ഒരു അടിപിടിയുടെ കഥയാണ് സിനിമാക്കരുടയിൽ പറയുന്നത്. വളരെ രസകരമായ ആ അടിപിടിയുടെ കഥ പബ്ലിഷ് ചെയ്തത് പണ്ടൊരു സിനിമാ വാരികയുണ്ടായിരുന്നു, വെള്ളി നക്ഷത്രം. അതിലാണ് പബ്ലിഷ് ചെയ്തു വന്നത് ഈ അടിപിടിയുടെ കഥ. നായകന്മാർ കോട്ടയം നസീറും സലീം കുമാറും. കോട്ടയം നസീറും സലീം കുമാറും ഒരുമിച്ച് മിമിക്രി വേദിയിൽ നിന്ന് സിനിമയിലേക്ക് എത്തിയ നടന്മാരാണ്. ഇരുവരും തമ്മിൽ ഒരു ഈഗോ ക്ലാഷ് ഉണ്ടായിരുന്നു എന്നത് വ്യക്തം. അതാണ് ഈ അടിപിടിയുടെ കഥ വ്യക്തമാക്കുന്നത്. ഇരുവരും തമ്മിൽ നല്ലൊരു ബന്ധമായിരുന്നില്ല സിനിമയിൽ എത്തിയതിന് ശേഷം. പരസ്പരം അവസരങ്ങൾ തട്ടിയെടുക്കാൻ ഇരുവരും മത്സരിച്ചു. കോട്ടയം നസീറിനേക്കാൾ വലിയ നടനായി സലീം കുമാർ പിന്നീട് മാറിയത് ചരിത്രം. പക്ഷെ ആദ്യഘട്ടത്തിൽ കോട്ടയം നസീർ തന്നെയായിരുന്നു വലിയൊരു നടൻ, അതിൽ സംശയമൊന്നുമില്ല. ഒരു ഗൾഫ് ഷോയിലാണ് പ്രശ്നം രൂക്ഷമായി മാറിയത്. ഇരുവരും തമ്മിൽ ഗൾഫ് ഷോ കഴിഞ്ഞപ്പോൾ ഏറ്റുമുട്ടി. ഒന്നും രണ്ടും പറഞ്ഞ് തർക്കമായി, പിന്നീട് അടിയായി. കോട്ടയം നസീറിൻ്റെ മൂക്ക് കടിച്ചെടുത്ത് കളഞ്ഞു സലീം കുമാർ. മൂക്കിൻ്റെ ഒരു ഭാഗം നഷ്ടപ്പെട്ടു കോട്ടയം നസീറിന്. അദ്ദേഹത്തിന് പിന്നീട് പ്ലാസ്റ്റിക് സർജറി വേണ്ടി വന്നു. അതിനുശേഷം അദ്ദേഹം വെള്ളി നക്ഷത്രത്തിന് കൊടുത്ത അഭിമുഖത്തിൽ സലീം കുമാർ തന്നോട് കാട്ടിയ ക്രൂരതയെപ്പറ്റി പറഞ്ഞു. മൂക്ക് കടിച്ചെടുക്കുക എന്ന് വെച്ചാൽ എൻ്റെ കരിയറിനെ തന്നെ തോൽപ്പിക്കാൻ വേണ്ടി സലീം കുമാർ കരുതി കൂട്ടി ചെയ്തതാണ് എന്നൊക്കെയാണ് കോട്ടയം നസീർ പറഞ്ഞത്. സലീം കുമാർ അതിനൊട്ട് മറുപടി പറയാൻ പോയതുമില്ല. ഇങ്ങനെയുള്ള ചില കൗതുകങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടാകാറുണ്ട്. കോട്ടയം നസീറും സലീം കുമാറും ഇപ്പോഴും സജീവമാണ് വേദികളിലും സിനിമയിലും. സലീം കുമാർ പിന്നീട് വളരെ രോഗാതുരനായി മാറുന്ന കാഴ്ചയും ആ രോഗത്തെക്കുറിച്ചുള്ള അവബോധം നൽകി അദ്ദേഹം നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. സലീം കുമാറിന് സിറോസിസ് ആയിരുന്നു രോഗം, കരൾ രോഗമായിരുന്നു. കരൾ രോഗം ബാധിച്ച സലീം കുമാർ കരൾ മാറ്റിവെച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. കോട്ടയം നസീർ ഇപ്പോഴും സിനിമയിൽ സജീവമാണ്. പക്ഷേ ഒരു കാലത്ത് സുഹൃത്തുക്കളായിരുന്ന ഇരുവരും അന്നെന്തിനാണ് ഏറ്റുമുട്ടിയത് എന്നതിനെ പറ്റിയുള്ള വാർത്തകൾ അന്വേഷിച്ച് സിനിമാ കേരള പോയപ്പോൾ കിട്ടിയത് ഒരേ ഒരു കാര്യം മാത്രം: ഈഗോ ക്ലാഷ്. ഈഗോ ക്ലാഷിൻ്റെ ബലിയാടുകളായി മാറി രണ്ട് സുഹൃത്തുക്കൾ. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് വാക്കേറ്റമായപ്പോൾ അത് കയ്യാങ്കളിയിലെത്തി. കോട്ടയം നസീറിൻ്റെ ബലിഷ്ഠമായ കൈകളുടെ കരുത്തിനോട് പിടിച്ചു നിൽക്കാൻ സലീം കുമാറിനായില്ല. ഒറ്റക്കടി മൂക്കിൽ. കോട്ടയം നസീറിൻ്റെ മൂക്ക് പറഞ്ഞു പോയി. സലീം കുമാർ അന്ന് മദ്യപിച്ചിരുന്നുവെന്ന് കോട്ടയം നസീർ പറയുന്നു. കോട്ടയം നസീർ മദ്യപിക്കാത്ത നടനാണെന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇങ്ങനെയൊക്കെയുള്ള രസകരമായ കൗതുക സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് മലയാള സിനിമയിൽ. പണ്ട് അടൂർ ബാസിയും ബഹദൂറും മലയാള സിനിമയുടെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. ടേക്ക് പറയുമ്പോൾ കൈന്നിടുമായിരുന്നു അടൂർ ബാസി. കൈന്നിടുമ്പോൾ ഒരടിയൊക്കെ ബഹദൂറിൻ്റെ ചെവിക്കല്ല് നോക്കി കിട്ടും. പക്ഷേ ഇരുവരും തമ്മിൽ അവസാന കാലം വരെ നല്ല ബന്ധമായിരുന്നു. ജഗതി ശ്രീകുമാറിനെ പറ്റി അടുത്ത കാലത്തൊരു ആരോപണം നമ്മുടെ സംവിധായകൻ ലാൽ, അയാളെ നടനെന്ന് ഞാൻ പറയില്ല, സംവിധായകനായിരുന്ന ലാൽ ഉന്നയിച്ചു. കാരണം അദ്ദേഹം ഇങ്ങനെ ടൈമിംഗ് നോക്കാതെ സ്വന്തം കയ്യിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് ശരിയല്ല എന്ന്. സ്വന്തം കയ്യിൽ നിന്നിട്ട് കാര്യങ്ങൾ പറയുന്നതാണ് അതിൻ്റെ ഒരു രീതി. എന്തായാലും പണ്ട് അടൂർ ബാസി ടൈമിംഗ് തെറ്റി ബഹദൂറിൻ്റെ കരണത്തടിക്കുകയും ബഹദൂർ നിലത്ത് വീഴുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സലീം കുമാറിൻ്റെയും കോട്ടയം നസീറിൻ്റെയും കാര്യത്തിൽ സംഭവിച്ചത് അതൊന്നുമല്ല. ഇരുവരും തമ്മിലുള്ള വൈരാഗ്യം, കുടിപ്പക. ആ കുടിപ്പക ആ ഗൾഫ് ഷോയിൽ വെച്ച് തീർക്കുകയായിരുന്നു ഇരുവരും തമ്മിൽ അടിയായതിനും ഇരുവരും തമ്മിൽ ഏറ്റുമുട്ടിയതിനും സലീം കുമാർ കോട്ടയം നസീറിൻ്റെ മൂക്ക് കടിച്ചെടുത്തതിനും ഇതിനൊക്കെ സാക്ഷികൾ ഒരുപാടുണ്ടെന്ന് മാത്രമല്ല, പണ്ടത്തെ വെള്ളി നക്ഷത്രം വാരിക, അത്
അതിന് സാക്ഷ്യപത്രം നൽകുകയും ചെയ്യുന്നു. ഒരു കാലത്ത് സിനിമാ വാരികകൾ, ഇപ്പോഴത്തെ ന്യൂജൻ പ്രേക്ഷകർ അറിയണം, ഒരു കാലത്ത് സിനിമാ വാരികകൾ അവർ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ഒക്കെ ശ്രദ്ധേയമായിരുന്നു. സത്യസന്ധമായ റിപ്പോർട്ടുകൾ അവർ കൊടുത്തിരുന്നു, ഗോസിപ്പുകളും അവർ കൊടുത്തിരുന്നു. പക്ഷേ ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തിരിച്ചറിയാനുള്ള സെൻസ് അന്നത്തെ സിനിമാ മാധ്യമ പ്രവർത്തകർക്ക് ഉണ്ടായിരുന്നു. നാനയായാലും വെള്ളിനക്ഷത്രമായാലും ചിത്രഭൂമിയായാലും ഒക്കെ അവർക്ക് അത് തിരിച്ചറിയാനുള്ളൊരു സെൻസ് ഉണ്ടായിരുന്നു. ആ തിരിച്ചറിവിൽ നിന്ന് അവർ വാർത്തകൾ ചെയ്തിരുന്നു. അങ്ങനെ ഒരു കാലം മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അങ്ങോട്ട് സിനിമാ വാരികൾക്കൊന്നും ഒരായുസുമില്ല. സിനിമാ മംഗളം പൂട്ടി, വെള്ളിനക്ഷത്രം പൂട്ടി, ചിത്രഭൂമി പൂട്ടി, നാന വല്ലപ്പോഴും ഒരിക്കൽ അവരുടെ PRD പരസ്യം കിട്ടാൻ വേണ്ടി പടച്ച് വിടുന്നു. ഇതിനൊക്കെ കാരണമായി തീർന്നത് പ്രേക്ഷകരുടെ, വായനക്കാരുടെ കുറവല്ല, കാലത്തിനനുസരിച്ച് നല്ല മെറ്റീരിയലുകൾ കൊടുക്കാൻ ഇവർക്ക് സാധിക്കാത്തത് കൊണ്ടാണ്. പുതിയ തലമുറയിലെ പത്രാധിപന്മാർക്ക് കാലത്തിനനുസരിച്ച് മെറ്റീരിയൽ കൊടുക്കാൻ സാധിക്കുന്നില്ല. പുതിയ തലമുറയിലെ പത്രാധിപന്മാർ ഇങ്ങനെയുള്ള ജോലിക്ക് പോകുന്നുമില്ല. അവർ പെട്ടെന്ന് ചാനലുകളിൽ പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ മുഖം 10 പേർക്ക് മുമ്പിൽ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുന്ന വളരെ ദയനീയമായ ഒരു കാഴ്ച. ആ കാഴ്ചയാണ് ഇപ്പോൾ മലയാള സിനിമാ പത്രപ്രവർത്തന രംഗത്ത് കാണുന്നത്. എന്തായാലും കഥ ഇങ്ങനെയാണ്. പറഞ്ഞു വന്നപ്പോൾ കഥയുടെ രൂപവും ഭാവവും മാറി വേറെ എവിടെയൊക്കെയോ ഞാനും പോയി. കഥ ഇങ്ങനെയാണ്. സലീം കുമാറും കോട്ടയം നസീറും ഗൾഫിലെ ഒരു ഷോയ്ക്കിടയിൽ ഏറ്റുമുട്ടി. കോട്ടയം നസീറിൻ്റെ മൂക്ക് കടിച്ച് പറിച്ചെടുത്തു സലീം കുമാർ. പിന്നീട് കോട്ടയം നസീറിന് അത് റീപ്ലാന്റ് ചെയ്യാൻ സർജറി വേണ്ടി വന്നു. അത് കോട്ടയം നസീർ വെള്ളി നക്ഷത്രത്തോട് തുറന്നു പറഞ്ഞു. വെള്ളി നക്ഷത്രത്തോട് തുറന്നു പറയുന്ന കോട്ടയം നസീറിൻ്റെ ഇൻ്റർവ്യൂ വലിയ വിവാദമായി മാറുകയും ചെയ്തു.